ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള നല്ല കുഷൻ കവേഴ്സും ഒക്കെ മാഗ്നസ്കേപ്സിൽ ക്രിസ്മസ് സ്പെഷ്യൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള ക്രിസ്മസ് സ്പെഷ്യൽ അല്ലാത്തതായിട്ടുള്ള നമ്മുടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഈ ക്രിസ്മസ് പറഞ്ഞില്ലെങ്കിലും ഒരു പ്രോബ്ലം ആണ്, പറഞ്ഞാലും പ്രോബ്ലം ആട്ടോ. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സൈഡിലൊക്കെ വെക്കാൻ പറ്റുന്ന കുഷനാണ് കേട്ടോ. അതായത് നമ്മുടെ സോഫയുടെ കോർണറിലോ പിന്നെ എവിടെയെങ്കിലൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കുഷ്യനാണ് ഇത്. നല്ല മേരി ക്രിസ്മസ് ഒക്കെ എഴുതി നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ചെയറിനകത്ത് നമ്മുടെ കയറ്റി ഇടത്തില്ലേ, ചെയർ കവർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ചെയർ കവർ ആയിട്ട് കയറ്റി ഇടാൻ പറ്റുന്ന പോലെ ഇതുപോലെ വരും കേട്ടോ. ചെയർ കവർ ഇതുപോലെയുള്ള നല്ല ചെയർ കവറുകൾ അവൈലബിൾ ആണ്. ഇത് ആക്ച്വലി പിള്ളേരുടെ സ്റ്റഡി ടേബിളിലോ പിന്നെ നമ്മുടെ ഡൈനിങ് റൂമിലെ ടേബിളിന്റെ ചെയറിലോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. ഇനിയുള്ളത് നമ്മുടെ നല്ല തോർത്താണ്. തോർത്തെന്ന് പറഞ്ഞ സാധനം ഇത് പ്രീമിയം ക്വാളിറ്റി ഉള്ള തോർത്താണ്. ഇത് കണ്ടാൽ നമ്മളിങ്ങനെ സാധാ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കൂട്ട് തോർത്ത് പോലെ തോന്നും. പക്ഷെ ഇത് നല്ല പ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല ഒരു പ്രത്യേക, ഇത് അടുത്ത് വന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ വെറുതെ പറയുന്നതല്ല, ഇതിന്റെ വീവിങ്ങിന് പ്രത്യേകത ഉണ്ട്. ഇത് 2 വാഷ് നന്നായിട്ട് ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് വെള്ളം വലിയും. ആദ്യത്തെ പ്രാവശ്യം നിങ്ങൾ ഇത് തോർത്തി കഴിയുമ്പോൾ അയ്യോ വെള്ളം വലിയുന്നില്ലല്ലോ എന്ന് ഓർക്കും. അപ്പൊ ഇതിനകത്ത് സ്റ്റാർച്ച് ഫുള്ളായിട്ട് പോകുമ്പോഴത്തേനും നന്നായിട്ട് വെള്ളം വലിയും. ഈ കൊച്ചെന്തിനാ ഇത് പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ ലൈക്ക് എന്താണെന്നറിയാം, നമ്മളൊരു സാധനം നിങ്ങൾക്ക് തരുവാണല്ലോ, ഒരുപാട് ദൂരത്തൊക്കെ ഇരുന്നുള്ളവർ കാണുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്ത് പറയുന്നത്. 2ഓ 3ഓ പ്രാവശ്യം കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെള്ളം പിടിക്കത്തുള്ളൂ. ആദ്യത്തെ പ്രാവശ്യം വെറുതെ ആദ്യത്തെ ദിവസം ഇത് തോർത്തിയാൽ വെള്ളം പിടിക്കത്തേ ഇല്ല. ഇതിന്റെ സ്റ്റാർച്ച് നന്നായിട്ട് പോകണം. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക്, ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ എല്ലാവർക്കും ഓരോ സെപ്പറേറ്റ് തോർത്തുണ്ട്. പക്ഷെ നമ്മൾ ചില സമയത്ത് നമ്മളുടെ മനസ്സ് മുഴുവൻ അപ്പുറത്തെ തോർത്തായിരിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ തോർത്ത് എവിടെയാ കിടക്കുന്നതെന്ന് നമ്മൾക്ക് അറിയാമെങ്കിലും അവിടം വരെ പോകാനുള്ള മടിയും കൊണ്ട് നമ്മൾ വേറെ ആളുടെ തോർത്ത്, സത്യത്തിൽ ഒരാളുടെ തോർത്ത് വേറെ ആൾ ഉപയോഗിക്കുകയേ ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൻ ഡിസീസസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മളിലോട്ട് പകരും. അതുപോലെ തന്നെ നമ്മുടെ സോപ്പ്, നമ്മുടെ ബ്രഷ് വേറെ ആരും ഉപയോഗിക്കത്തില്ലോ, അതുപോലെ തന്നെ നമ്മുടെ സോപ്പും നമ്മൾ ഷെയർ ചെയ്യരുത് കേട്ടോ. ഈ ഷെയറിങ് ഈസ് കെയറിങ് എന്നൊക്കെ പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ നമ്മുടെ സോപ്പ്, തോർത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങളൊന്നും നമ്മൾ ഒത്തിരി ഷെയർ ചെയ്യണ്ട കേട്ടോ. ഇനി കുറച്ച് ഐറ്റംസ് ഉണ്ട്, പക്ഷെ മനസ്സ് വരുന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. പിന്നെയുണ്ടല്ലോ ഇന്ന് കാണിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ, 95% കോട്ടനേ ഉള്ളൂ, 5% മിക്സ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കൈ കൊണ്ട് കഴുകാൻ പറ്റുന്ന ബെഡ്ഷീറ്റ് ആണ് ഇത്. ഞാൻ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ഇത് ക്യൂൺ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ള. റേറ്റ് വന്നിട്ട് 895 പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇത് തന്നെ നല്ല വിലയുള്ള ഷീറ്റാണ്. അത് നിങ്ങൾക്ക് ബോക്സിൽ വേണമെങ്കിൽ ബോക്സിൽ തരാം. ഇത് ബോക്സിലാണ് എല്ലാം വരുന്നത്. അപ്പം ബോക്സിൽ കാണിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ബോക്സിൽ കാണാൻ പറ്റുന്നില്ല മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ബോക്സിൽ നിന്ന് ഞാൻ വിടർത്തുവാ കേട്ടോ. അപ്പോൾ ഇത് ബോക്സിൽ വേണമെങ്കിൽ ബോക്സിൽ വെച്ച് തരാം, അല്ലാതെ വേണമെങ്കിൽ അല്ലാതെയും തരാം. ഗിഫ്റ്റ് കൊടുക്കാൻ നേരത്ത് മാത്രം നമുക്ക് ബോക്സിൽ വെക്കാം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് നമ്മുടെ കമ്പയർ ടു അല്ലാത്തതിനേക്കാളും കുറച്ചുകൂടെ കൂടുവേ. അപ്പം അല്ലെങ്കിൽ കുറവാണ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ. 2 വലിയ പില്ലോ കവേഴ്സോട് കൂടി വരുന്ന ഇതിന്റെ പില്ലോ കവറിന്റെ കറക്റ്റ് സൈസ് വന്നിട്ട് 20x26 ഇഞ്ചസ് ആണ്. അപ്പൊ അതിന്റെ സൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബെഡ്ഷീറ്റിന്റെ സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 895 പ്ലസ് ഷിപ്പിംഗ് ആണ്. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പൊരപൊരാന്നിരിക്കുന്ന നല്ല ഷീറ്റാണ്. എല്ലാ ഷീറ്റും ഇതിന് ഒന്നിനൊന്ന് ബെറ്റർ ആട്ടോ. ഇനി ഭയങ്കര ഡാർക്ക് കളറ്, പിള്ളേർ കുസൃതി കുട്ടികളാണെന്ന് തോന്നുന്നവർക്ക് പറ്റിയ ഒരു ഷീറ്റാണ് ഇത്. അതായത് നല്ലൊരു ഡാർക്ക്, ആക്ച്വലി നല്ല ഡാർക്ക് കളറിലുള്ള, ഇത് ഗ്രേയും അല്ല ബ്ലാക്കും അല്ലാത്തൊരു കളറാട്ടോ. പക്ഷെ കുസൃതികളാണ്, ഇപ്പൊ മഴയും കൂടിയാണല്ലോ,
അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സാധാ കുസൃതിയല്ല, ഇച്ചിരും കൂടെ കൂടുതൽ കുസൃതിയായിട്ടുള്ള പിള്ളേർക്ക് വേണ്ടി നമ്മൾ ബെഡ്ഷീറ്റിൽ ചെളി പറ്റിയെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ഇച്ചിരി ഡാർക്ക് കളർ ഇടുവാണെങ്കിൽ ഇച്ചിരി നല്ലതായിരിക്കും. കാരണം വെച്ചാൽ ചില അമ്മമാർ ചുമ്മാ പിച്ചുവാടിയൊക്കെ കൊടുക്കുവേ. ഈ പിച്ചുവാടിയൊന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. സ്നേഹത്തോടെ അടുത്തിരുന്ന് മാനേ തേനേ ചക്കരേ എന്നൊക്കെ പറഞ്ഞാൽ ആ പിള്ളേർ കേൾക്കത്തുള്ളൂ കേട്ടോ. കിടന്ന് അലറി നമ്മുടെ എനർജി പോവല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള അടുത്ത ഷീറ്റ് കണ്ടോ. ഈ ഷീറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമില്ലേ, നല്ല ഒരു മോട്ടിഫായിട്ടുള്ള പ്രിന്റ് ഒക്കെ വന്ന് നല്ല രസമായിട്ടുള്ള ഒരു നല്ലൊരു ഷീറ്റ്. എല്ലാ ഷീറ്റും നല്ല പ്രിന്റുകളാണ്, വെറൈറ്റി പ്രിന്റുകളാണ് കേട്ടോ. ഇനി അടുത്ത ഷീറ്റ് ഗ്രേ കളറിൽ ഇത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഗ്രേ കളറിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റാണ്. ഇതിങ്ങനെ വരും കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. റേറ്റ് വന്നിട്ട് 895 rupees ആണ് കേട്ടോ. മാഗ്നിസ്കേപ്സിൽ വരേണ്ട വഴിയുണ്ടല്ലോ, നമ്മുടെ എറണാകുളത്ത് വന്നിട്ട് വൈറ്റ്ലേന്ന് വരുമ്പോഴും MG റോഡിൽ നിന്ന് വരുമ്പോഴും നമ്മുടെ മെട്രോ പില്ല നമ്പർ 795 അവിടെ വന്നിട്ട് ലൈക്ക് ചെറുപറമ്പത്ത് റോഡിലോട്ട് ഒരു ടേൺ ഉണ്ട്. അവിടുന്ന് ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിലാണ് മാഗ്നിസ്കേപ്സ്. മാഗ്നിസ്കേപ്സ് കണ്ടാൽ അകലേന്ന് ഒരു വീട് പോലെ തോന്നും, പക്ഷെ വീടൊന്നുമല്ല. ലൈക്ക് മീൻസ് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടിക്ക് പാർക്കിംഗ് ഉണ്ട്, ബാക്ക് സൈഡിൽ ഒരുപാട് വണ്ടികൾക്ക് പാർക്കിംഗ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്തിട്ട് കൂടുതൽ ഇങ്ങോട്ട് വരാം കേട്ടോ. അപ്പം ഈ ബിൽഡിങ്ങിന്റെ പുറകിൽ കാണുന്ന പാർക്കിങ്ങിലോട്ട് നിങ്ങൾ കയറ്റിയിട്ടിട്ട് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ലൈക്ക് ഞാൻ എപ്പോഴും നമ്മൾ എന്ന് പറയുന്നതുകൊണ്ടാട്ടോ നമ്മൾ പറഞ്ഞത്. ആക്ച്വലി നമ്മൾ കാണണം. ലൈക്ക് പിന്നെ വെബ്സൈറ്റിൽ ഫോട്ടോസ് എല്ലാം ഇട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണേ. താങ്ക് യു.